നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരാണ് ഔട്ട് തരുന്നത്, ഏറ്റവും സൈസ് കുറച്ച് ആരാണ് ഔട്ട് തരുന്നത്, ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ഒരു ഡൗട്ട് ഉണ്ടല്ലേ, ഏത് സെറ്റിംഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡാവിഞ്ചി ഇതിൻ്റെ ഡിഫോൾട്ടായിട്ട് ഇവിടെ മുകളിൽ തരുന്ന ഈ ഒരു സെറ്റിംഗ്സ് ഇല്ലേ, നമ്മളിവിടെ കസ്റ്റമായിട്ട് യാതൊരു സെറ്റിംഗ്സ് ചെയ്യുന്നില്ല, ഒക്കെ ഇവർ തരുന്ന ഈ സെറ്റിംഗ്സിൻ്റെ അകത്തേക്ക് ഒരേ വീഡിയോ എടുത്തിട്ട് ഏറ്റവും സൈസ് കുറഞ്ഞ ഏതാണ് വരുന്നത്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഏതാണ് വരുന്നതെന്നാണ് നോക്കുക. അതിൽ നമ്മൾ ജസ്റ്റ് ഈ H.264 ക്വിക്ക് ടൈമും നോക്കുന്നുണ്ട്, MP4 നോക്കുന്നുണ്ട് കേട്ടോ. അതായത് MOV MP4 നോക്കുന്നുണ്ട്. കൊഡാക്ക് നമ്മൾ ഇവർ തരുന്ന ഡിഫോൾട്ട് കൊഡാക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി റിസ്ട്രിക്റ്റീവ് എന്നുള്ള ഈ ഒരു ക്വാളിറ്റി ഒന്നും നമ്മൾ മാറ്റുന്നില്ല, വേറെ ഒന്നിലും നമ്മൾ തൊടാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകാം. ആദ്യം എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ടൈം ലൈൻ എല്ലാ ഉടനും ഒരേ സെയിം സംഭവം കിട്ടാൻ വേണ്ടി ടൈം ലൈൻ നമ്മൾ ഇവിടുന്ന് സെറ്റാക്കി പോകുന്നു. 4K എടുക്കുന്നില്ല, HD ആണ് എടുക്കുന്നത്. 1020 1080 HD എന്നുള്ള ഒരു ക്വാളിറ്റിയിൽ എടുത്ത് 30 ഫ്രെയിം പെർ സെക്കൻഡ്, നമ്മൾ വേറെ ഒന്നും മാറ്റുന്നില്ല. അങ്ങനെ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാണ്. ആ ടൈമിലേക്ക് ആദ്യം ഒരു വീഡിയോ ആഡ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ഒരു വീഡിയോ ആഡ് ചെയ്തു. ഇതിലെന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അല്ലേ. ഒരു വീഡിയോ ആഡ് ചെയ്യണം. ഇനി ഒരു ഓഡിയോ എന്തെങ്കിലും ഈ ഒരു ഓഡിയോ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, എന്നാലും ഓഡിയോയും വീഡിയോ എല്ലാം ഇതിലുണ്ട് എന്നുള്ളത് കാണിക്കണമല്ലോ അല്ലേ. എല്ലാ സംഭവങ്ങളും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ലോഗോ ആഡ് ചെയ്യാം. PNG ഇമേജ് കേട്ടോ, വീഡിയോ ഓഡിയോ PNG ഇമേജ് ആഡ് ചെയ്തു. ഇനി എന്തെങ്കിലും എഫക്റ്റുകൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, ട്രാൻസിഷൻസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാം. ആ ട്രാക്ക് കൊടുത്ത് മുകളിലേക്കൊരു ടൈറ്റിൽ ആഡ് ചെയ്യാണ്. ജസ്റ്റ് വെറുതെ ഒരു ടൈറ്റിൽ ആഡ് ചെയ്തു. എൻ്റെ ക്ലിപ്പിൽ ആ ടൈറ്റിൽ ഓടിക്കോട്ടെ കേട്ടോ. ടൈറ്റിൽ ആഡ് ചെയ്തു. പിന്നെ എന്താ നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത്, എഫക്ട്സുകൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു എഫക്റ്റ് നമുക്ക് ഈ വീഡിയോയ്ക്ക് കൊടുക്കാം. ഒരു എഫക്റ്റ് കൊടുത്തു. ഇനി എന്തെങ്കിലും ഒരു ട്രാൻസിഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം അല്ലേ. വീഡിയോ ട്രാൻസിഷൻ, ക്രോസ് ഓവർ ട്രാൻസിഷൻ വെറുതെ ഇവിടെ കൊടുത്തു. അതേപോലെ ലാസ്റ്റ് തീരാൻ നേരത്തെ ഒരു ട്രാൻസിഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് ഓഡിയോ ട്രാൻസിഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ, ഓഡിയോ എഫക്റ്റുകൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഒരുപാട് എഫക്ട്സുകൾ ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടാം. ഹമ്മർ ഇടാം, ഹമ്മിങ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഓക്കെ, അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തു. എത്ര മിനിറ്റാണ് വരുന്നത്, അതായത് 30 സെക്കൻഡ്സ് ഉള്ള, അതായത് അര മിനിറ്റുള്ളൊരു വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു കുറച്ച് ലെങ്ത്ത് വേണമല്ലോ. അപ്പോൾ ഓക്കെ, അര മിനിറ്റുള്ളൊരു വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് നേരെ നമുക്ക് ഡെലിവർ പേജിലേക്ക് പോകാം അല്ലേ. ഡെലിവർ പേജിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് മുകളിലുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ കസ്റ്റം എക്സ്പോർട്ട് ആണല്ലോ. കസ്റ്റം എക്സ്പോർട്ട് അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണല്ലോ. തൊട്ടിപ്പുറത്ത് വരുന്ന H.264 അകത്ത് ആദ്യം ഒരു ക്വിക്ക് ടൈമിൽ ഒരു റെൻഡർ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ക്വിക്ക് ടൈം മാറ്റിയിട്ട് MP4 റെൻഡറും കൂടി ആഡ് ചെയ്യാം അല്ലേ. ഈ രണ്ട് റെൻഡർ, അതായത് ഒന്ന് MOV ആണ്, ഒന്ന് MP4 ആണ്. കൊഡാക്ക് നമ്മൾ മാറ്റുന്നില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ട് ചെയ്യാണ്. ഒരു ഡിഫോൾട്ട് ആയിട്ട് തരുന്ന കൊഡാക്കാണല്ലോ, അപ്പോൾ നമ്മൾ ഫോർമാറ്റ് മാത്രമേ മാറ്റിയുള്ളൂ. പിന്നെ ഹൈപ്പർ ടെക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് തൊട്ടിപ്പുറമായിട്ട്. അതിൻ്റെ അകത്ത് ഒരു ക്വിക്ക് ടൈം ആഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് തന്നെ ഒരു MP4 ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് H.265 എന്നുള്ള പുതിയ കൊഡാക്ക്, അതിൽ ക്വിക്ക് ടൈം ഒന്ന് ആഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മൾ MP4 കൂടെ ഒന്ന് ആഡ് ചെയ്യണം. എല്ലാ ഇതും ചെയ്ത് നമ്മൾ MOV MP4 മാത്രം ടെസ്റ്റ് ചെയ്ത് പോകാം അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോറസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പ്രോറസ് എന്ന് പറഞ്ഞാൽ മാക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വിൻഡോസിൽ മിക്കവാറും കാണില്ല. എന്നാലും അതിൻ്റെ അകത്ത് അവർ ഡിഫോൾട്ടായിട്ട് തരുന്ന അതേ സെറ്റിങ്സ് പ്രോറസിൻ്റെ ഒരെണ്ണം നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ യൂട്യൂബിന് വേണ്ടി അവർ തരുന്ന സെറ്റിങ്സ് ഉണ്ട്, അതിൻ്റെ നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ല, അങ്ങനെ തന്നെ ഒരു റെൻഡർ ആഡ് ചെയ്യുന്നു. പിന്നെ വിമോൻ്റെ ഒരെണ്ണം ആഡ് ചെയ്യുന്നു. ഡ്രോപ്പ് ബോക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഡ്രോപ്പ് ബോക്സ് ഒന്ന് ആഡ് ചെയ്തേക്കാം. ആപ്പിളിന് വേണ്ടിയിട്ട് പ്രോറസ് തന്നെയാണ് വരുന്നത്, അത് അവിടെ നിൽക്കട്ടെ. പ്രീമിയറിന് വേണ്ടിയിട്ടും ക്വിക്ക് ടൈം പ്രോറസ് തന്നെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടിലേക്ക് അങ്ങ് പോട്ടെ. പിന്നെ അവിടെ മീഡിയ കമ്പോസറിൻ്റെ ഉണ്ട്, അതൊക്കെ അവിടെ വിടുകയാണ്. ഞാൻ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ, ടിക്ടോക്ക് വരെ, അതായത് അപ്ലോഡ് ചെയ്യേണ്ട പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിനൊന്ന് റെൻഡർ കൊടുക്കാൻ പോവാണ്. റെൻഡർ കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ 11 ഔട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ടൈം മനസ്സിലാക്കാൻ പറ്റും, എത്ര ടൈം കൊണ്ടാണ് എക്സ്പോർട്ട് ആയെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ H.264 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സെറ്റിങ്സ് MP4 ആയാലും MOV ആയാലും രണ്ടും 1 സെക്കൻഡ് വ്യത്യാസമില്ല. അതായത് ലെങ്ത്ത് കൂടുന്ന സമയത്ത് അപ്പോൾ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ MOV 13 സെക്കൻഡും MP4 12 സെക്കൻഡ്. ചിലപ്പോൾ 1 സെക്കൻഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ചെറിയ ലാഗ് കൊണ്ടൊക്കെ മാറ്റങ്ങൾ വരാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് H.264 തന്നെ ഹൈപ്പർ ടെക് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ആ MP4 MOV ഒരേ ടൈമിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു 13 സെക്കൻഡ് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒക്കെ 12 സെക്കൻഡ് കൊണ്ട് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. ഇനി H.265 എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, അതായത് H.265 എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷന് ഇതിൻ്റെ H.264 അഡ്വാൻസ്ഡ് കൊഡാക്കാണ് പുതിയതായിട്ട് വന്നത്. അപ്പോൾ ആ ഒരു കൊഡാക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് രണ്ടും 2.30, അതായത് H.264 MP4 MOV വരുന്നത് ഈ 2.37 മിനിറ്റ് കൊണ്ടാണ്. അതായത് ഈ 12 സെക്കൻഡ് എന്നുള്ളത് ഇരട്ടിയല്ല, അതിൻ്റെ ഇരട്ടിയല്ല, ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ ഫാൾട്ടോ വേറെ സംഭവമൊന്നുമല്ല. ഇത് ഞാൻ വലിയ ഫയലുകൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് 15 മിനിറ്റുള്ള വീഡിയോ ഒക്കെ 4K ഞാൻ റെൻഡർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്
ഒക്കെ അല്ലേ എടുക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു H.265 റണ്ടർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എടുക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ കൂടുതൽ, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ആയിരിക്കും. ഒരു 15 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ 20 മിനിറ്റ് ആ ഒരു റേഞ്ചിൽ വരുന്ന സമയത്ത് വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. വേറെ എന്തെങ്കിലും സെറ്റിങ്സ് മാറ്റിയാൽ അതിന് മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളേതായാലും ഈ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇവർ തന്നെ ഡിഫോൾട്ടിൽ ഉള്ള മാറ്റമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് പ്രോറസ് ആണ്. പ്രോറസ് 12 സെക്കൻഡ്, അതേപോലെ യൂട്യൂബിന് അവർ തരുന്നത് 12 സെക്കൻഡ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് 12 സെക്കൻഡ്, അല്ല ഓൾമോസ്റ്റ് അല്ല, കറക്റ്റ് 12 സെക്കൻഡ് മാത്രമേ ഇവരൊക്കെ എടുത്തിട്ടുള്ളൂ ടൈം. അപ്പോൾ ഈ H.265 എന്നുള്ളൊരു ഫോർമാറ്റിൽ നിങ്ങൾ ഔട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും, ഒരുപാട് ടൈം എടുക്കും, അതാണ് പറയുന്നത്. ഇനി ഈ H.265 തന്നെ നമ്മളിവിടെ ക്വിക്ക് ടൈം എന്ന് മാറ്റി MP4 എന്നാക്കുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക് കൊഡാക്ക് മാറിയിട്ട് H.264 എന്നുള്ള കൊഡാക്കിലേക്ക് മാറും കേട്ടോ. അപ്പോൾ നിങ്ങളെ സൂക്ഷിച്ചിട്ട് 5ലേക്ക് തന്നെ മാറ്റണം ഇവിടുന്ന് കേട്ടോ. H.264 സ്പീഡിൽ ഔട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സിലേക്ക് തന്നെ അത് മാറുകയും ചെയ്തു. H.264 സെറ്റിങ്സിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു കൊഡാക്കിലാണ് നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത്. അതിൽ എന്താണ് കാര്യം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നമുക്കത് അന്വേഷിച്ച് നോക്കാം. അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം അതെന്താണെന്നുള്ളത്. ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവന് കൂടുതൽ സമയം എടുക്കുന്നതെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ ഔട്ട് എടുത്ത ആ ഒരു വീഡിയോസൊക്കെ സൈസ് ബേസ് ഒന്ന് നോക്കി നോക്കാം അല്ലേ. ഗെറ്റ് ഇൻഫോ എടുത്ത് നോക്കാം. നല്ല വ്യത്യാസമുണ്ട്. അവസാനം വന്ന ആരാണ്? 11ാമത്തെ വീഡിയോ ആരാന്ന് നോക്കാം അല്ലേ. 11ാമത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോപ്പ് ബോക്സിലേക്ക് ആഡ് ചെയ്യാനുള്ള സംഭവമാണ്. അവൻ കാണിക്കുന്ന സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ാമത്തെ വീഡിയോ MOV ആയിട്ടാണ് ഔട്ട് വരുന്നത്. അവർ കാണിക്കുന്നത് 76 MB ആണ്. 76 MB. ഓക്കെ, 76 MB അവർ ഇവിടെ നിന്നോട്ടല്ലേ, ബാക്കിയൊക്കെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. 10ാമത് വരുന്നത് ടിക്ടോക്ക് ആണ്. ടിക്ടോക്കിന് 45 MB ആണ് വരുന്നത്. അതേപോലെ തന്നെ തൊട്ട് ബാക്കിൽ വരുന്നത് വിമോ ആണ്, അതിന് 45 MB. അത് രണ്ടും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് അല്ലേ. പിന്നെ നമുക്ക് യൂട്യൂബിൽ വരുന്നത് 45 MB. അതായത് ഇവരൊക്കെ 45 MB ആണ് വരുന്നത്. യൂട്യൂബിന് തൊട്ട് മുകളിലായിട്ട് വരുന്നത് പ്രോറസ് ഔട്ടാണ്. പ്രോറസ് ഔട്ട് എപ്പോഴും ഹെവി ഫയലായിരിക്കും. നമുക്കറിയാം, നമ്മൾ പ്രോക്സി ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ പ്രോറസിൽ എടുത്തു കഴിഞ്ഞാൽ ഹെവി ആയിരിക്കും അല്ലേ. 7ാമത്തെ ഒരു ഫയലാണ് 944, അതായത് 1 GB അടുത്ത് വരുന്നുണ്ട്. അതായത് 45 MB എന്നുള്ള ഒരു സൈസിൽ നിന്ന് 100 MB പോകുന്നത്, 1 GB 1000 MB പോകുന്നത്. വലിയൊരു മാറ്റം തന്നെ ഇവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹൈ സൈസിലായിരിക്കും വരുന്നത്. പക്ഷേ സ്പീഡ് മാറ്റമൊന്നുമില്ല, നമ്മൾ ചെറിയ സ്പീഡിൽ തന്നെ. അതായത് പ്രോറസ് 12 സെക്കൻഡ് കൊണ്ട് ഔട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഹെവി സൈസാണ്. അടുത്ത 6ാമത്തെ ആണ്, അത് H.265 ആണ്. 5ാമത്തെ H.265 ആണ് അല്ലേ. ഈ ഒന്ന് MP4 ആണ്, ഒന്ന് MOV ആണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം അല്ലേ. 6.5 വരുന്ന 28 MB. അത് രണ്ടും ഒരേ സൈസിലാണ് വരുന്നത്, ഒരേ ടൈമിലും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ എക്സ്റ്റൻഷൻ മാത്രമേ അവിടെ മാറ്റം വന്നിട്ടുള്ളൂ. പിന്നെ H.264 4 വേർഷൻസ് ആണ്. 4 വേർഷൻസും 12 സെക്കൻഡ് കൊണ്ടാണ് വന്നത്. 1 തൊട്ട് 4 വരെയുള്ളത് നോക്കാം. 1, 2, 3, 4. അപ്പോൾ ഇവരൊക്കെ 76 ഒരേ സൈസിലാണ് ആ 2 സെറ്റിങ്സും വരുന്നത്. ടൈമും ഒരേ ടൈം തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ബാക്കി സെറ്റിങ്സിലൊക്കെ വരുന്ന മാറ്റങ്ങളായിരിക്കാം. MP4 ഒക്കെ ഒരേ സൈസിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് വന്ന മാറ്റം എന്ന് പറയുന്നത്, നമുക്കിവിടെ കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്ന H.264 ഒരുപാട് ടൈം സമയം എടുത്തുകൊണ്ടാണ് H.265 ഔട്ട് വരുന്നത്. പക്ഷേ സൈസിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടോ നോക്കാം. സൈസിൻ്റെ അത് വലിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് H.265 28 MB വരുന്നുള്ളൂ, H.264 76 MB വരുന്നുണ്ട്. സൈസ് ബേസ്ഡ് നോക്കുന്ന ആൾക്കാർക്ക് ഇത് H.265 ആയിരിക്കും നല്ല കൂടുതൽ ടൈം എടുക്കും റെൻഡർ ചെയ്യാൻ, പക്ഷേ കുറഞ്ഞ സൈസിലേക്ക് ഔട്ട് കിട്ടും. H.264 എന്ന് പറയുന്ന സമയത്ത് കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് ഔട്ട് കിട്ടും, പക്ഷേ സൈസ് കുറച്ച് കൂടും അല്ലേ. പിന്നെ നമുക്ക് കമ്പാരിറ്റീവ്ലി സൈസിൻ്റെ അകത്ത് വ്യത്യാസം വന്നത് പ്രോറസിന് മാത്രമാണ്. പ്രോറസ് ചെറിയ സമയം കൊണ്ട് ഔട്ട് വരുമെങ്കിലും വലിയൊരു സൈസിലാണ് വരുന്നത്. ചെറിയ സമയം കൊണ്ട് ഔട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ വലിയൊരു സൈസിലാണ് ഔട്ട് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 76 100 MB ചോടാൻ ബാക്കി എല്ലാവരും വരുന്ന സമയത്ത് ഇവന് ഓൾമോസ്റ്റ് 1 GB അടുത്തേക്ക് എത്തുന്നുണ്ട്. 100 MB താഴെ വരുന്നത് 1 GB അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഇത്തിരി ഒരു സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ H.264 പെട്ടെന്ന് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ അറിവുകളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി നമുക്ക് ആ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഫേസ്ബുക്ക്, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, വെബ്സൈറ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.